ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ റീസ്റ്റോറേഷൻ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇനിയിപ്പോൾ നേരെ നമ്മുടെ ക്ലീനിങ് ഡെസ്കിലോട്ട് ഇത് ഇനി സിസ്റ്റം മാറ്റി ഫുള്ള് സെറ്റാക്കിയിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു റീസ്റ്റോറേഷൻ ടൈപ്പ് ഓഫ് വീഡിയോ ആണ്. ഇതൊരു 2-3 വർഷം കേട്ടോ, 3 വർഷം പഴക്കമുള്ള ഒരു റൈസൻ്റെ ഫസ്റ്റ് ജനറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു PC ബിൽഡാണ്. ഗെയിമിംഗ് പ്ലസ് എഡിറ്റിംഗ് എന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു PC ആണ് കേട്ടോ. അപ്പം വളരെ ബഡ്ജറ്റ് റേഞ്ച് അറൗണ്ട് ഒരു 30-40K നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ ഫുൾ PC, കീബോർഡ്, മൗസ്, മോണിറ്റർ എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു യൂസ്ഡ് സ്പെക്ക് വെച്ചിട്ട് വിത്ത് വെരി ഗുഡ് ഗെയിം പ്ലേ. അപ്പോൾ ഗെയിം പ്ലേയും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ബാബി ആൻഡ് യു ആർ വാച്ചിങ് GeekBoZ TV. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇന്ന് നമ്മുടെ റീസ്റ്റോറേഷന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന PC ആണ്. അപ്പോൾ ഇത് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോ നമുക്ക് നേരിട്ട് പോകാം. അതിന് മുമ്പ് നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാർട്സിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ റൈസൻ്റെ 5-1600 ആണ് ഉപയോഗിക്കുന്നത്. ഇത് 6 കോർ പ്രൊസസ്സറാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 കോറും 12 ത്രെഡും ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. ഇത് ഫസ്റ്റ് ജനറേഷൻ റൈസൻ പ്രൊസസ്സറാണ്. ഒരു 3 വർഷത്തോളം പഴക്കമുള്ളൊരു PC ആയിരുന്നു നമുക്കിത് കൊണ്ടുവന്നപ്പോൾ. നമ്മൾ റീസ്റ്റോർ ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതാ ഫോർസ ഹൊറൈസനൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ റാം ആയിട്ട് ഇതിൽ 8GB ആണ് വരുന്നത്. പിന്നെ ഈ 1600 ഒക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ പല റേറ്റിന് അവൈലബിൾ ആണ്. ചിലയിടത്ത് ഒരു 7000 തൊട്ട് 8000 രൂപ വരെയൊക്കെ ഇപ്പം വരും. കാരണം 3000 സീരീസ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി 5000 സീരീസിലാണ് കൂടുതൽ ആൾക്കാരും എടുക്കുന്നത്. അതുകൊണ്ട് ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള പ്രൊസസ്സൊക്കെ സ്റ്റോപ്പ് ആയിട്ടുള്ളതുകൊണ്ട് 16-നൊക്കെ ഒരു ഏകദേശം ഒരു 7000 തൊട്ട് 9000 വരെ റേറ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെയും ഡിപ്പെൻസ് വേണം കേട്ടോ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ മദർ ബോർഡായിട്ട് ഇതിൽ വെച്ചിരിക്കുന്നത് GeekBoZ ഇപ്പോൾ ഇവിടെ മദർ ബോർഡ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ പുതിയ മദർ ബോർഡ്സ് പോലെ അല്ല, ഇതിപ്പോൾ GeekBoZ ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ആസൂസ്, ആസ്ട്രോക്ക് അങ്ങനെ ഇഷ്ടംപോലെ സീരീസാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GeekBoZ B40S DS3H മദർ ബോർഡാണ്, 4 റാം സ്ലോട്ട് ഉള്ളത്. അപ്പോൾ ഇതും ഏകദേശം ഒരു പുതിയ മദർ ബോർഡ് ഒരു 7000 രൂപയോളം വരുന്നുണ്ട്. യൂസ്ഡ് മദർ ബോർഡ് വിത്ത് വാറണ്ടി മദർ ബോർഡ്സൊക്കെ നിങ്ങൾക്ക് ഒരു 4500-5000 രൂപ റേഞ്ചിനകത്തൊക്കെ മദർ ബോർഡ് കിട്ടും. 8GB റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അറൗണ്ട് ഒരു 3000-നകത്ത് തന്നെ റേറ്റ് വരുന്ന ഒരു റാമാണ്. പിന്നെ ഹാർഡ് ഡിസ്ക് ആണ് ഇതിലുള്ളത്, SSD ഇല്ല. അപ്പോൾ ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, 2500 രൂപ റേഞ്ചിനകത്തൊക്കെയാണ് ഹാർഡ് ഡിസ്ക് വരിക. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1TBയുടെ WD ആണ്. പിന്നെ ഇതിൻ്റെ ക്യാബിനറ്റ് നിങ്ങൾക്ക് ഇത് കാണാം, ആൻടെക്കിൻ്റെ NX200 എന്ന് പറഞ്ഞൊരു ക്യാബിനറ്റാണ്. ഒരു ബഡ്ജറ്റ് റേഞ്ച് ക്യാബിനറ്റാണ്. ഭയങ്കര വലിയ ഫീച്ചേഴ്സോ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കോ ഫാൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ക്യാബിനറ്റ്സിലോട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇതൊരു റീസ്റ്റോറേഷനിലെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വന്നതുകൊണ്ട് നമ്മൾ വെച്ചതേ ഉള്ളൂ. PSU ആയിട്ട് ഒരു 500 വാട്ട്സിൻ്റെ ഒരു PSU ആണ്, കുളമാഷിൻ്റെ ഒരു PSU ആണ് ഇതിൽ വരുന്നത്. അപ്പം ഇത്രയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ മേജർ ഗ്രാഫിക്സ് കാർഡാണ് നമുക്കിനി കാണാൻ പോകുന്നത്. 960 ആണ് ആസൂസിൻ്റെ. അപ്പോൾ ഈ ഒരു കാർഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2GB കാർഡിനായാൽ പോലും നല്ല വാല്യൂ വരുന്നുണ്ട് യൂസ്ഡ് കാർഡ്സിനൊക്കെ. ഒരു പലയിടത്തും പല പല റേറ്റുകളാണ്. എന്നിരുന്നാലും ഒരു 5000-നും ഒരു 7000-8000 രൂപ റേഞ്ചിനകത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് അവൈലബിൾ ആയിട്ട് കിട്ടും. 960 2GB ആണ്. 950 ഉണ്ട്. 950 വളരെ കുറവാണ്, ഒരു 5000 രൂപയ്ക്ക് കിട്ടും. പക്ഷേ 960 പിന്നെയും റേറ്റ് ഉണ്ട്, ഡിമാൻഡ് ഉള്ളൊരു കാർഡാണ്. 1050 Tiയുടെയൊക്കെ ഒരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാർഡാണ്. ഇതിന് 2GB ആണ്, അതുകൊണ്ട് തന്നെ VRAM കുറവാണ്. GTA 5 പോലത്തെ ഗെയിംസൊക്കെ കളിക്കുകയാണെങ്കിൽ VRAM കുറച്ച് കുറവായിട്ടായിരിക്കും കാണിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ സിസ്റ്റം നമ്മളിതാ അവിടെ ടെസ്റ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് ഇവിടെ ഒരാൾ ഒരു കീബോർഡും വെച്ച് എന്താണ് ഇതേത് കീബോർഡ്, മെക്കാനിക്കലാണോ? മെക്കാനിക്കൽ കീബോർഡാണ് അല്ലേ? എന്തായിരുന്നു ഇതിൻ്റെ എന്താ കംപ്ലൈൻറ്റ് വല്ലതും ആണോ? ഓക്കെ, പൊടി പിടിച്ച. ഓക്കെ, ഒരു കീബോർഡ് എന്ന നിലയിൽ നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കീബോർഡ് ക്ലീൻ ചെയ്തിരിക്കും. 6 മാസത്തിൽ ഒരിക്കൽ ഇല്ല, ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞേ? കറക്റ്റുള്ള ഫീഡ്ബാക്ക് കിട്ടില്ല, അതായത് നമ്മുടെ റെസ്പോൺസ് ടൈം അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇത് ഏതാ കീസ് ഏതാ വരുന്നത്? ചെറിയ മാക്സിൻ്റെ ബ്രൗൺ ആണ് അല്ലേ? ബ്രൗൺ കീസാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിക്കും. ബ്രഷ്, ഓക്കെ. പിന്നെ അല്ലാതെ നമ്മൾ ഇതിപ്പോൾ കീബോർഡിൻ്റെ കൂടെ വരുന്നതാണ് ഈ സാധനം, പിക്കർ. ഓക്കെ, ഓ ഈ സംഭവം ഇത് നിങ്ങൾ ഇത് പൊതുവെ എല്ലാ കീബോർഡിൻ്റെയും കൂടെ കിട്ടുമോ? പൊതുവെ എല്ലാ കീബോർഡിൻ്റെ കൂടെ കിട്ടാറില്ല. ഓക്കെ, മെക്കാനിക്കൽ കീബോർഡിൻ്റെ ഓക്കെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ളതിൽ കിട്ടുന്നതാണ്. ഓക്കെ, അതെങ്ങനെ ഇളക്കുന്നതെന്ന് കാണിക്കാമോ? ഈ ഭാഗം ഉപയോഗിച്ച് ഇളക്കാം, ഈ ഭാഗം ഉപയോഗിച്ച് ഇളക്കാം. നോക്ക്. ഓക്കെ ഓക്കെ, ഒന്ന് നോക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് വെറുതെ കീബോർഡ് പിടിച്ചതിന് ശേഷം ഇങ്ങനെ എടുത്താൽ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. തിരിച്ചു വെക്കുമ്പോൾ എങ്ങനെ നോർമലി കയ്യിലൊന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ അങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ല, മെക്കാനിക്കൽ ഇഷ്യൂ അല്ല. ശരി ശരി. അപ്പോൾ അപ്പം പുള്ളിക്കാരൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബിൽഡിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ഗൈസ്, നമ്മുടെ PC
ഈ ഒരു പി സിയിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു എന്താ പറയുക, ഈ ഒരു ക്യാബിനറ്റ് ആൾറെഡി ഈ ഫാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഫാൻ ഇല്ലാത്ത ഈ ഒരു ഫാൻ എക്സോസ് ഫാൻ ഇല്ല, അതുകൊണ്ട് കുറച്ച് ഹീറ്റിംഗ് ഒക്കെ വരും. കാരണം 960 ആണ് കാർഡ്, അതുകൊണ്ട് അതിൻ്റെ ഹീറ്റിംഗ് വരും. അപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഫാന് മസ്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കണം. എക്സോസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ടെമ്പറേച്ചർ വരും. പിന്നെ ഇതാണ് നമ്മുടെ പി സി. ഗൈസ്, നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് ഇതാ ക്ലീൻ ചെയ്യുകയാണ്. ഇതൊരു 1 ഇയർ 2 ഇയർ ഒക്കെ ആയിട്ടുള്ളൊരു കാർഡ്. അപ്പം നിങ്ങൾ റെഗുലർലി എടുത്ത് ക്ലീൻ ചെയ്യണമെന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു 1 ഇയറിനൊരിക്കലെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുക. കാരണം അത്രയും ഡസ്റ്റ് ഇല്ല വരുന്നുണ്ട്. ഈ ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് വരാൻ ചാൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. ഇത് അസൂസിൻ്റെ തന്നെ സ്ട്രിക്സിൻ്റെ ഒരു കാർഡ് കേട്ടോ. നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇതിൽ ചെയ്യാനായിട്ടില്ല. ഇത് 960 2GB ആണ് നമ്മുടെ കാർഡ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് ഇതാ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, അസൂസിൻ്റെ സ്ട്രിക്സിൻ്റെ 960 2GB കാർഡാണ്. ഒരു 6 പിൻ പവർ കണക്ഷൻ നമുക്ക് വരുന്നൊരു കാർഡാണ്. അപ്പോൾ നമ്മുടെ ഈ പി സിയിലോട്ട് നമുക്കിനി അത് എന്താ പറയുക കണക്ട് ചെയ്യാം. പിന്നെ ഇതൊരു പവേർഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഗ്രാഫിക്സ് കാർഡാണ്. അതുകൊണ്ട് തന്നെ ഈ റെഡ് കളർ കത്തിയിരിക്കുന്നത് നമ്മുടെ പവർ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. പവർ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതാ വൈറ്റ് ആവും. അസൂസിൻ്റെ കാർഡ് കേട്ടോ. ഇത് ഇത്രയും വർഷം പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിലും കാർഡ് ഇപ്പോഴും വളരെ പവർഫുള്ളായിട്ട് തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഗെയിം പ്ലേ ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട് ഇതിൽ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ റാം ചോയ്സ് ആയിട്ട് നമ്മൾ ഇവിടെ ഇതാണ് റീസ്റ്റോറേഷനിൽ വരുന്നതാണ്. അത് നേരത്തെ എടുത്തൊരു റാമാണ് കേട്ടോ. ഇത് XPGയുടെ ഒരു മോഡലാണ്, ഏജസ് എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് 2400 MHz DDR4 MHz റാമാണ്, DDR4 റാമാണ്. അപ്പോൾ ഈ 2400 MHz ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പുതിയ 3000 3200 ഒക്കെ വെക്കാം. ഇത് റീസ്റ്റോറേഷൻ പാർട്ടിൽ വരുന്നത് കൊണ്ട് നമുക്കുള്ള റാം തന്നെ നമുക്ക് റീയൂട്ടിലൈസ് ചെയ്യാം, കുഴപ്പമില്ല. ഗൈസ്, ഈ ഒരു പി സി ഏകദേശം ഒരു 2 വർഷത്തിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു റാമും കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോഴും സ്റ്റിൽ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പി സി ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ പി സി നമ്മൾ ഓണാക്കാൻ പോവുകയാണ്. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫാന് കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നുമായിരിക്കും, ഇത് അകത്തുനിന്ന് വെളിയിൽ നിന്ന് ഇങ്ങോട്ടാണോ ഇൻടേക്ക് ആണോ എയർ വരുന്നതെന്ന്. ഇത് ആക്ച്വലി ആൻടെക്കിൻ്റെ DF700 ഫ്ലക്സിൽ വരുന്ന റിവേഴ്സിബിൾ ഫാൻ എന്ന് പറയും. റിവേഴ്സ് ഫാൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതായത് നമ്മുടെ ഇവിടുന്ന് എയർ എടുത്ത് തിരിച്ച് കളയും, അങ്ങനത്തെ ഒരു മോഡലാണ് ഈ ഫാന്. അതുകൊണ്ട് തന്നെ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഇൻടേക്ക് ആയിട്ടല്ല വെച്ചിരിക്കുന്ന എക്സോസ്റ്റ് ആണ്. പിന്നെ ഈ ഒരു ക്യാബിനറ്റ് ആൻടെക്കിൻ്റെ തന്നെ NX200 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിനറ്റ്. ഭയങ്കര വലിയ എന്താ പറയുക എയറോഡൈനാമിക്സ് എന്ന് പറയില്ല, തെർമൽസ് ഒന്നും നല്ല കൂടിയ ക്യാബിനറ്റ് ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് ഫാൻസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ നിങ്ങൾ എന്താ പറയുക മാക്സിമം നമ്പർ ഓഫ് ഫാൻസ് ഇതിൽ ഒരെണ്ണ എക്സോസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പം ഇൻടേക്ക് ആയിട്ട് പറ്റുവാണെങ്കിൽ 2 ഫാൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഗ്രാഫിക്സ് കാർഡൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു പി സി നമ്മൾ ഫുൾ ടെസ്റ്റിങ്ങും നടത്തിയിട്ടുണ്ടായിരുന്നു, OSും ചെയ്ത്. നമ്മുടെ റേറ്റിംഗ് ഇപ്പം 3054.5 ആണ് വരുന്നത്. CPU മാർക്ക് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. 6 കോർ പ്രോസറിന് വരേണ്ട ഒരു ഇത് തന്നെ സ്കോർ തന്നെ നമുക്കതിൽ കിട്ടിയിട്ടുണ്ട്. 2D ഗ്രാഫിക്സിലാണ് നമുക്കൊരു പോരായ്മയായിട്ട് വരുന്നത്. പിന്നെ 2D ഗ്രാഫിക്സ് നമ്മളവിടെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. 3D ഗ്രാഫിക്സും കുഴപ്പമില്ല. മെമ്മറി മാർക്കും വലിയ തെറ്റില്ല. പക്ഷേ ഡിസ്ക് മാർക്ക് 1290 ആണ്. ഡിസ്ക് മാർക്ക് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഹാർഡ് ഡിസ്ക് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, SSD അല്ല. അപ്പോൾ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഇതിനപ്പുറത്ത് സ്കോർ കിട്ടാനുള്ള ചാൻസസും കുറവാണ്. നമ്മൾ ഈ ഒരു പി സിയിൽ കുറച്ച് ടഫായിട്ടുള്ളൊരു ഗെയിം തന്നെയാണ് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് റെഡ് റിഡംഷൻ 2 ആണ്. നമ്മുടെ ഈ ഒരു പി സിക്കകത്ത് ഇത് വർക്കാകുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. വർക്കാവും, പക്ഷേ എന്തുമാത്രം ക്വാളിറ്റിയിൽ കളിക്കാൻ പറ്റുമോ നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രവീൺ ഇത് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നോക്കാം. നമുക്കിത് നോക്കാമല്ലോ ഗൈസ്, എന്താണ് ഇതിൻ്റെ ഈ ഒരു പി സിയിൽ, ഈ ഒരു വളരെ ബഡ്ജറ്റ് പി സിയിൽ, വളരെ ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു എമൗണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ എമൗണ്ടിനെ പറ്റി നിങ്ങൾക്ക് ആൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ എമൗണ്ട് വെച്ചിട്ടൊക്കെയാണ് നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഗെയിം കളിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. പുതിയൊരു പി സി നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സ്പെക്കിൽ കളിക്കാൻ പറ്റണമെന്നില്ല ഈ ഒരു ബഡ്ജറ്റിൽ. കണ്ടോ, ഇതേപോലെ ഫാൻസ് ഒക്കെ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നല്ല ഡസ്റ്റ് വരും. അപ്പോൾ ഈ ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് പൊതുവേ ഉള്ളൊരു നോർമലി എല്ലാ പി സിസിലും വരുന്നതാണ്. ഒരു 6 മാസം കൂടുന്തോറെങ്കിലും നമ്മളിതാ ഇതുപോലെയൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യാനായിട്ട് എന്താ പറയുക നോക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ റെഡ് റിഡംഷൻ 2 റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ HD റെസൊല്യൂഷനിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇതൊരു TV ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ റെസൊല്യൂഷൻ കുറച്ചിട്ടുണ്ട്. പക്ഷേ ക്വാളിറ്റിയും വലിയ പ്രശ്നമില്ല. നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം ഇനി ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ സെറ്റിങ്സ് ആണ് റെഡ് റിഡംഷൻ 2ൻ്റെ. നമ്മളിവിടെ ഡിസ്പ്ലേ ഗ്രാഫിക്സ് എല്ലാം ഉണ്ട്. നമ്മൾ ഗ്രാഫിക്സിൽ തന്നെ നോക്കാം. നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന റെസൊല്യൂഷൻ നിങ്ങൾക്ക് കാണാം
കാണാം 720p കിടക്കുന്നത്. ബാക്കി എല്ലാം ഓൾമോസ്റ്റ് നമ്മളിപ്പം വളരെ കുറച്ച് ക്വാളിറ്റിയിലാണ് ഇട്ടിരിക്കുന്നത്. V-Sync ഓണാണ് കേട്ടോ. പിന്നെ ക്വാളിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ട്യൂക്ക് ചെയ്ത് നോക്കാം എത്രമാത്രം പെർഫോമൻസിൻ്റെ വ്യത്യാസം വരും എന്നുള്ളത്. ഇവിടെ നമ്മുടെ ടെക്സ്ചർ ക്വാളിറ്റി ഏതാണ്ട് ലോ ആണ്. നിങ്ങളിത് ഹൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഹൈ ആക്കാം. അത് നോക്കട്ടെ. അപ്പോൾ ഹൈ ക്വാളിറ്റി ഇടുമ്പോഴത്തേക്ക് ഇത്രയും MB ആണ് അതിൽ റിസർവേഷൻ പോകുന്നത്. ഇത് RDR2 പോലത്തെ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിംസിന് നമുക്ക് ഇതുപോലെ എന്താ പറയുക VRAM കൂടിയ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതൊരു 4GB കാർഡാണെങ്കിലും മിനിമം റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മളിവിടെ 2GB കാർഡേ വരുന്നുള്ളൂ. ആ 2GB വരുന്നത് കൊണ്ടാണ് ഈ ഒരു VRAM നമ്മൾ കുറച്ച് കാണിക്കുന്നത്. ഗൈസ് നമുക്കൊരു 30+ FPS ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു FPS കിട്ടുന്നുണ്ട്. ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് ഒരിക്കലും ഒരു 2GB കാർഡിൽ ഭയങ്കര ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ എന്തായാലും അങ്ങനെ നോക്കണം. ഗൈസ് നമ്മുടെ ടെമ്പറേച്ചർ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുകയാണ്. നമ്മുടെ പ്രൊസസ്സറിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 3741 അതിനകത്താണ് നിൽക്കുന്നത്. ഇനി ഗ്രാഫിക്സ് കാർഡിൻ്റെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ 960 എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി കാണിക്കുന്നത് GPU കോർ 4145. നമ്മൾ ഇനി ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പഴക്കമുള്ള കാർഡ് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ടെമ്പറേച്ചർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം എത്രയാണ് വരുന്നത് എന്നുള്ളത്. ഗൈസ് അപ്പോൾ നമ്മുടെ ഫോർസ ഹൊറൈസൺ ആണ് നമ്മൾ ഇപ്പോൾ കളിക്കുന്നത്. ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു പി സിയിൽ നമ്മൾ ഫോർസ ഹൊറൈസൺ വളരെ സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇത് നമ്മളിപ്പോൾ ഒരു HD സെറ്റിങ്സിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ക്വാളിറ്റി ഒന്ന് സെറ്റിങ്സിൻ്റെ അടുത്ത് നോക്കട്ടെ. നമ്മുടെ ഈ ഒരു ഗ്രാഫിക്സിൻ്റെ നമ്മുടെ സെറ്റിങ്സ് നോക്കുകയാണ്. ഡിസ്പ്ലേ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വീഡിയോ ക്വാളിറ്റി വീഡിയോയിൽ ഇതിപ്പം ഫുൾ HDയിലാണ് കിടക്കുന്നത്. 60 FPS ആണ് കേട്ടോ. നമുക്ക് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ മീഡിയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പമൊക്കെ ട്യൂക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. തീരെ കൂട്ടി കൊടുക്കാൻ പാടില്ല, കാരണം നന്നായിട്ട് കൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസീവ് ആയി പോകും. എന്നിട്ട് നമുക്ക് ഗെയിം കളിച്ചിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ, ഈ ഒരു PCയുടെ ടെമ്പറേച്ചർ എത്ര ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗെയിമാണ് ഫോർസ ഹൊറൈസൺ. നിങ്ങൾക്ക് എന്തായാലും ഒരു ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഫോർസ ഹൊറൈസൺ പോലത്തെ ഒരു ഗെയിം എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള എന്താ പറയുക ഗ്രാഫിക്സും വളരെ കളർഫുള്ളും ബ്രൈറ്റുമാണ് കേട്ടോ. നമുക്കിനി നമ്മുടെ ടെമ്പറേച്ചർ എത്ര ആവുമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സിസ്റ്റത്തിൻ്റെ താഴെ വിൻഡോസിനകത്ത് കയറി നമുക്ക് നോക്കാം. ആൾട്ട് കൺട്രോൾ അടിച്ചാൽ മതി. ഡിലീറ്റ് അടിപ്പെടുത്തി ആൾട്ട് കൺട്രോൾ ഡിലീറ്റ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ ലോഡ് ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ നമുക്കിവിടെ കാണാം. GPUവിൽ 67 ഉണ്ട് കേട്ടോ, 67 ആണ്. പ്രൊസസ്സറിൽ എത്രയാണ് വരുന്നത് മുകളിലോട്ട് നോക്കാം. പ്രൊസസ്സർ പാക്കേജ് 47 വലിയ കുഴപ്പമില്ല. ഒരു 50 ഉള്ളൂ. ഇതൊരു 1600 ആണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ടും വളരെ നല്ലൊരു ടെമ്പറേച്ചർ തന്നെ. റൈസൻ ഒരു 3 ഇയർ കഴിഞ്ഞിട്ടുള്ള ഒരു PC ആണ്. 3 വർഷം പഴക്കമുണ്ട് ഇതിന്. ഈ 3 വർഷമായിട്ടും ഈ ഒരു പ്രൊസസ്സർ 47 നിൽക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു ടെമ്പറേച്ചർ തന്നെയാണ്. ഗൈസ് ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് PC ഇതുപോലെയൊക്കെ ഒരു ഗെയിമിംഗ് PC നിങ്ങൾക്ക് വീട്ടിൽ ബിൽഡ് ചെയ്യാനായിട്ട് വലിയ റേറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു യൂസ്ഡ് PC ആണ്. നിങ്ങൾക്ക് യൂസ്ഡ് മാർക്കറ്റിൽ OLX-ലും ക്വിക്കറിലും ഒക്കെ പണ്ട് ഇതുപോലെ തന്നെ ഓരോ ആൾക്കാരും യൂസ്ഡ് PC ഒക്കെ ഇപ്പം സെല് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ചിലത് എക്സ്ചേഞ്ചസ് വരാറുണ്ട്, ചിലർ അപ്ഗ്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഗൈസ്, റൈസൻ്റെ 1600 ഒരു 8GB റാമും ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു 960 ഒരു 1050 DA കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിപ്പം ഫുൾ HD ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിട്ട് നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. HD ആയിട്ടുള്ള ഒരു സാധാരണ മോണിറ്റർ ആയാലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗെയിം കളിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. സ്ട്രീമിംഗ് വരുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രീമിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതേപോലത്തെ ഒരു ബഡ്ജറ്റ് PCയിൽ നമുക്ക് സ്ട്രീമിംഗ് എന്ന് ചെയ്ത് ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ സ്ട്രീമിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു PC ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതുവരെ ഒരു ലാഗോ ഒരു പ്രാവശ്യം പോലും സ്റ്റട്ടറിങ്ങോ ഫ്രെയിം ലോസോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു PC വർക്ക് ചെയ്യുന്നുണ്ട്. 3 years ആയിട്ടും യാതൊരു ഫ്രെയിം ഡ്രോപ്സും ഇല്ല എന്ന് AMDയുടെ ഈ ഒരു പ്രൊസസ്സർ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ റെഗുലർലി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഡെഫിനറ്റ്ലി പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. നമ്മൾ പൊടിയും ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് അസൂസിൻ്റെ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം നമ്മുടെ എക്സ്പീരിയൻസ് ഓണിലോട്ട് നമുക്കൊന്ന് കൊണ്ടുപോയി ഇനി നമ്മുടെ ഇവിടെ മുകളിലിരിക്കുന്ന ആൾക്കാർക്കൊന്ന് എക്സ്പീരിയൻസിന് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ് അവർ തന്നെ പറയട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ സിസ്റ്റം കൊണ്ട് പോവാണ്.
ഗൈസ്, അപ്പോൾ നമ്മുടെ അരുണാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ ഗെയിം പ്ലേ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പുള്ളിയുടെ നമ്മളിത് ഏത് സ്പെക്കാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇവിടെ ടിൻറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അറിയില്ല ഏതാ സ്പെക്കാന്ന്. നമുക്കിനിപ്പോൾ സിസ്റ്റം പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്ത് നോക്കണം. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ഒരു ഗെയിം ഇട്ട് കളിച്ച് നോക്കുകയാണ് ആദ്യമേ. എന്നിട്ട് അതിൻ്റെ FPS കണ്ടിട്ട് എങ്ങനെയുണ്ട് പുള്ളിയുടെ ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയുണ്ട് നോക്കാനാണ്. ഗൈസ്, 1080p മീഡിയം സെറ്റിംഗ്സിൽ ഇതാ അരുണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 55 FPS ഒക്കെ നമുക്കിതാ കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഗെയിം പ്ലേ ഈ ഒരു PC-യിൽ കേട്ടോ. അപ്പം അരുൺ ഇതാ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ആ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഫുള്ള് നല്ല രീതിയിൽ അരുണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അരുൺ, ഇത് എന്താണ് സ്പെക്ക് എന്നുള്ളത് എന്തെങ്കിലും ധാരണയുണ്ട് ഇതിൽ? നമുക്കിപ്പോൾ ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് എനിക്ക് സ്പെക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷേ ഗെയിം പ്ലേ സ്മൂത്താണ്. നമുക്ക് 1080p മീഡിയം സെറ്റിംഗ്സിൽ 50 FPS കൊടുക്കുന്ന ഒരു 50K 40 50K അതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് ആണ്. ഒരു 50K 40K PC-യേക്കാളും എന്തായാലും ബെറ്റർ പെർഫോമൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതെ, അത് ഷുവറാണ്. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു ബഡ്ജറ്റ് PC എടുക്കാൻ എപ്പോഴായാലും നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക ഒരു മണി അഡ്വാൻറ്റേജ് ഉണ്ടാവും അല്ലേ, ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും അല്ലേ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഡെഫിനറ്റ്ലി give us a subscribe. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മറക്കാതെ ഫോളോ ചെയ്യുക, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.